ഹലോ, കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പാലാരിവട്ടം പുട്ടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഒരു 3 ഓപ്ഷൻ കാണിക്കും, അതിൽ ഓൾ എന്ന ബട്ടൺ അമർത്തണം. എന്നാലേ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇതിൽ ജലദോഷമൊക്കെ ഇട്ടിരിക്കുകയാണ്, സൗണ്ടൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം റേഡിയോ മിർച്ചി എന്നാണ് അത് കേട്ടത്, പാലാരിവട്ടം പുട്ട് തൊട്ടാൽ പുട്ടും കൺസ്ട്രക്ഷൻ എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അങ്ങനെ ഒരു പുട്ടുണ്ടാക്കാൻ അറിയാമല്ലോ, എന്നാൽ പിന്നെ ഈ സമയത്ത് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാലാരിവട്ടം പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ആശീർവാദിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങയാണ്. നമുക്ക് വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് കലക്കാം, അല്ലെങ്കിൽ ഉപ്പ് എവിടെയെങ്കിലും ഒരു വശത്ത് വന്ന് ചേരും. ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് മാത്രമേ ഗോതമ്പ് പൊടി തിരുമാൻ പാടുള്ളൂ. അപ്പോൾ പുട്ട് തിരുമാൻ അറിയാത്ത ആൾക്കാർക്ക് ഇതോ ഇങ്ങനെ വിരലിട്ടിട്ട് ഇങ്ങനെ കാണിച്ചു വെച്ചാൽ മതി. കുറച്ച് നേരം കാണിക്കുമ്പോഴേക്കും പുട്ടിൻ്റെ പൊടിയില്ലേ, ആ പൊടിയിലേക്ക് വെള്ളം നന്നായിട്ട് യോജിച്ച് വരും. ഇനി നന്നായിട്ട് വെള്ളം യോജിച്ച പുട്ട് നന്നായിട്ട് വെള്ളം ചേർന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ആ മോൾ ഭാഗത്തെ പുട്ട് ഇങ്ങനെ പാത്രം ചരിച്ച് വെച്ചിട്ട് മോൾ ഭാഗത്തെ പൊടിയെടുത്ത് സൈഡിലേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്ത് പൊടി നനയാത്ത പൊടി ഇങ്ങനെ വരും. അപ്പോൾ ആ പൊടിയിലേക്ക് നമുക്ക് വെള്ളം ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ വിരൽ കൊണ്ട് ഇങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പം ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ കുറേ പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ. എളുപ്പമുള്ള മാർഗ്ഗമാണ്, നമ്മൾ വിരലിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു വെച്ചാൽ മതി. പാലാരിവട്ടം പുട്ടുണ്ടാക്കുമ്പോൾ നന്നായിട്ട് നനയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 2 പ്രാവശ്യം ചുടും, എന്നിട്ട് ഒന്നും കൂടി നനയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ നനഞ്ഞാലും മതി. ഇനി നമുക്ക് തേങ്ങ ആവി വരാൻ വേണ്ടി മാത്രമായിട്ട് അടിയിൽ തേങ്ങ ഇട്ടിട്ട് നമുക്കൊന്ന് ആവി കൊടുത്തിട്ട് വരാം. തേങ്ങ നമ്മൾ ഇടുന്നത് പിന്നീടാണ്. ഇപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ആവി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് തേങ്ങ മാത്രം ഇട്ട് കൊടുക്കാം. ആവി വരാൻ വേണ്ടി മാത്രമുള്ള തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുട്ടിന് ആവി വന്നു. 2 കണ പുട്ടിൻ്റെ ആവി വന്നിട്ടുണ്ട്. നമ്മൾ ആവി വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഈ സാധനം പൊടിച്ചിടണം, അല്ലെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് തേങ്ങ കൂട്ടി കുഴക്കുമ്പോൾ കൈ പൊള്ളില്ലേ. അപ്പം നമുക്കത് പൊടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ഫാൻ ഇട്ടിട്ടുണ്ട്. ആ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് കുറച്ച് നേരം അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോട്ടെ, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറട്ടെ. ഇപ്പോൾ ഏകദേശം ചൂടാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കണം. ഗോതമ്പും തേങ്ങയും കൂടി നന്നായിട്ട് തിരുമുമ്പോൾ രണ്ടും കൂടി യോജിച്ചു കൊണ്ടുള്ള നല്ലൊരു മണം വരും. അത്രയും നേരം നമ്മൾ തിരുമ്മി കൊടുക്കുക. തിരുമ്മി റെഡിയായി. കുറച്ച് സമയം എടുത്ത് തിരുമണമെങ്കിൽ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ ഈ പുട്ടിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഷുഗറുകാർ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉപ്പുവെള്ളം ഇല്ലേ, ആ വെള്ളം വേണമെങ്കിലോ, അല്ലെങ്കിൽ പുട്ടിന് ഉപ്പ് കൂടുതലാണെങ്കിൽ സാധാരണ വെള്ളം വേണമെങ്കിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി നമുക്ക് പുറമേ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പുട്ട് സോഫ്റ്റ് ആവാൻ സഹായിക്കും. 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ അതിൽ കൂടുതൽ കൂടാൻ പാടില്ല. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം തളിച്ചിട്ട് ഒന്ന് നന്നായിട്ട് പുട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ച് നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. ഈ പുട്ടുകണയുടെ മുകളിൽ വെക്കണ ഈ സംഭവം ഇല്ലേ, ആ സംഭവമൊക്കെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നത്, ചിരണ്ടണ തേങ്ങ ഇല്ലേ, അതിൻ്റെ മുകളിൽ വെക്കും. ഇപ്പം നമ്മുടെ പുട്ട് ചുട്ട് വന്നിട്ടുണ്ട്. 2 കണ പുട്ടും റെഡിയായി. നമ്മുടെ പുട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടാൽ മതി, തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പൊടിഞ്ഞ് വീഴും. അതുപോലെ തന്നെ വൈകുന്നേരം വരെ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ചൂടാറിയാലും കഴിക്കാൻ പറ്റും. സാധാരണ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചൂടാറി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.